ഇപ്പം ഒ പിയിൽ വരുന്ന പല കപ്പിൾസിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ്, എസ്പെഷ്യലി വൈഫ് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നു അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നു, അതുകൊണ്ടാണ് കുട്ടികളാവാത്തത്. ഒരു പരിധിവരെ ഇത് സത്യം തന്നെയാണ്. കാരണം നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോഴും ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ബോഡിയിൽ കുറേ ടോക്സിൻസ് വരും. ഈ ടോക്സിൻസ് നമ്മുടെ സെൽസിന് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. അപ്പം നമ്മുടെ ബോഡിയിൽ ഏത് സെല്ലും, പക്ഷേ അത് ബീജമാവട്ടെ, എഗ് ആവട്ടെ, അല്ലെങ്കിൽ ബാക്കി ഒരു ഹാർട്ട് സെല്ലാവട്ടെ, അല്ലെങ്കിൽ ബ്രെയിൻ സെല്ലാവട്ടെ, ഏത് സെൽസിനും ഒരു ബാലൻസ് ഉണ്ട്. അത് നേച്ചർ കൊടുക്കുന്ന ഒരു ബാലൻസാണ്. നമ്മൾ സ്മോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്നു, എന്ത് പറ്റും? നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ടോക്സിൻസ് കൂടും. ഈ ടോക്സിൻസ് കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ സെൽസിന്റെ ഡാമേജ് വർദ്ധിക്കും. ഇത് നമ്മൾ എഗ്ഗിനോ സ്പേമിനോ ആണെങ്കിലോ ഒബ്വിയസ്ലി ഫെർട്ടിലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് വളരെ മോശമായി ഭവിക്കാറുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ആന്റി ഓക്സിഡൻസ്. അതിൻ്റെ അകത്ത് ബേസിക്കലി വൈറ്റമിൻസും മിനറൽസും ഒക്കെയാണുള്ളത്. അപ്പം ഇത് കഴിക്കുമ്പോൾ പല പുരുഷന്മാരും ചോദിക്കുന്നതാണ്, ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ 2 പേഗ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട്, എന്തൊക്കെയാലും ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടോ? സത്യത്തിൽ ആ ചോദ്യം വളരെ തെറ്റാണ്. കാരണം നമ്മൾ സ്മോക്കിംഗ് ചെയ്യുമ്പോഴത്തേനുണ്ടാവുന്ന ഡാമേജിനെ പ്രിവെന്റ് ചെയ്യാൻ പോലും നമ്മൾ ഈ പറയുന്ന ആന്റി ഓക്സിഡൻസ് ചിലപ്പം എഫക്റ്റീവ് ആവത്തില്ല. നമ്മൾ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഫേസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ വരുന്നത് തീർച്ചയായിട്ടും നല്ലതല്ല. അത് സ്മോക്കിംഗ് ആവട്ടെ, ആൽക്കഹോൾ ആവട്ടെ. അപ്പം അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്തേക്കെങ്കിലും നമ്മൾ ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താൽ, പ്രഗ്നൻസി ഫോക്കസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ യുവർ ഔട്ട്കം ക്യാൻ ബി ഡെഫിനറ്റ്ലി ബെറ്റർ.